discussing about the topic World Health Organization. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1945 ഡിപ്ലോമാറ്റിൻ്റെ ഒരു ഡിസ്കഷൻ യുണൈറ്റഡ് നേഷനെ ഫോം ചെയ്യുന്നതിനുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു ഡെസിഷനായിരുന്നു ഗ്ലോബൽ ഹെൽത്ത് ഓർഗനൈസേഷൻസ്. അതിന് ശേഷം 7th April 1948 ആയപ്പോഴേക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിലവിൽ വന്നു. ആ ഡേറ്റാണ് നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ 1948 7th April വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ 1945 യുണൈറ്റഡ് നേഷൻ ഫോമായി. അവിടെ നടന്ന ഒരു ഡിപ്ലോമാറ്റ് ഡിസ്കഷനിലാണ് ഈ ഗ്ലോബൽ ഹെൽത്ത് ഓർഗനൈസേഷൻസ് എന്നുള്ള ഒരു ഡിസ്കഷൻ വന്നത്. അതിനുശേഷം ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഏകദേശം ഇപ്പോൾ 70,000 പീപ്പിൾസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ 150 കൺട്രീസിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 150 കൺട്രി ഓഫീസേഴ്സും ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ടുഡേ ഉണ്ട്. ഒരു 6 റീജിയണൽ ഓഫീസേഴ്സും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഇന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയിലാണ്. അപ്പോൾ ജനീവയിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. ജനീവയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് ഇത്. ഇനി ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കാം. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെസിഷൻ മേക്കേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഡെസിഷൻ മേക്കേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ആരാണെന്ന് നോക്കാം. പിന്നെ മാത്രമല്ല ഇതിനൊരു എൻഗേജ്മെൻറ്റ് വിത്ത് യുണൈറ്റഡ് നേഷനും ഒരു മേജർ അസറ്റാണ്. അപ്പോൾ ഡെസിഷൻ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് അതർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഡെസിഷൻ മേക്കേഴ്സിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആരെന്ന് നോക്കിയാൽ ഹെൽത്ത് പാർട്ട്ണർഷിപ്പ്, ഫൗണ്ടേഷൻസ്, ഇൻട്രാ ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, പിന്നെ സിവിൽ സൊസൈറ്റി, മീഡിയ, പ്രൊഫഷണൽ അസോസിയേഷൻസ് ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ collaborating center. Also stakeholders of World Health Organization, that is are in the category of influencers. Engagement with the United Nations and a global and regional and country level is also a major asset of World Health Organization. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 കാറ്റഗറി ആയിട്ട് ഇതിൻ്റെ ഫങ്ഷന് ഉള്ളത്. ഫോർ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, ഫോർ ഹെൽത്ത് എമർജൻസീസ്, ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ത്രൂ ദയർ വർക്ക്. അപ്പോൾ ഫോർ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിന് നമുക്ക് നോക്കാം. ഫോർ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയറിന് കൂടുതലായി ഫോക്കസ് ചെയ്യുക. പിന്നെ ക്വാളിറ്റി എസെൻഷ്യൽ സർവീസിന് അതിൻ്റെ ആക്സസ് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ രണ്ടാമത്തത് സസ്റ്റൈനബിൾ ഫിനാൻസിങ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ എസെൻഷ്യൽ മെഡിസിൻ ആൻഡ് ഹെൽത്ത് പ്രോഡക്റ്റ് അതിൻ്റെ ആക്സസ് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ഹെൽത്ത് വർക്ക് ഫോഴ്സിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുക. ലേബർ പോളിസീസ് അവർക്കുണ്ടാകുന്ന ലേബർ പോളിസീസിൽ ഹെൽത്ത് വർക്ക് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യുക. അത് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസാണ് ഈ ഹെൽത്ത് വർക്ക് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പീപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മോണിറ്ററിങ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻസ് അതിൻ്റെ
അതിന് കൂടുതൽ ഇമ്പ്രൂവ് ഡാറ്റ കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ ഡിസിമിനേഷൻ ചെയ്യുക, പിന്നെ മോണിറ്ററിങ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫോർ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിന് വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഹെൽത്ത് എമർജൻസീസ്, ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻസ്, ഈ പാൻഡമിക് സിറ്റുവേഷൻസിലൊക്കെയുള്ള ഒരു ഫങ്ഷൻസ് നോക്കാം. ഇത് പ്രിപ്പയർ എമർജൻസി ബൈ ഐഡൻറ്റിഫൈങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ആൻഡ് മാനേജിങ് റിസ്ക്. ഈ പ്രോബ്ലംസ്, പാൻഡമിക് സിറ്റുവേഷൻസ്, എമർജൻസി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ലഘൂകരിക്കുക, അതിൻ്റെ റിസ്ക് ഒക്കെ മാനേജ് ചെയ്യുക, പിന്നെ ഇങ്ങനെ വരുന്ന എമർജൻസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ഈ ഡെവലപ്മെൻറ്റ് ടൂൾസ് ഫോർ നെസസറി ഡ്യൂറിങ് ദ ഔട്ട് ബ്രേക്സ്, ആ ഒരു സപ്പോർട്ട് ഈ ഡെവലപ്മെൻറ്റ് ടൂൾസ് ഉണ്ടെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ടൂൾസിനെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഔട്ട് ബ്രേക്ക് ടൈമിലുള്ള, ഇപ്പോൾ ഡ്രഗ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും പിന്നെ വാക്സിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഡെവലപ്മെൻറ്റ് ടൂൾസിനെ ഒരു ഔട്ട് ബ്രേക്ക് ടൈമിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡിറ്റക്റ്റ് ആൻഡ് റെസ്പോണ്ട് ടു അക്യൂട്ട് ഹെൽത്ത് എമർജൻസീസ് വരുന്ന ആ ടൈം അതിനെ കറക്റ്റായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക, പിന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യുക. ഇതും ഹെൽത്ത് എമർജൻസി ടൈമിൽ ഇതേ ഫങ്ഷനാണ്. പിന്നെ സപ്പോർട്ട് ഡെലിവറി ഓഫ് ദ എസെൻഷ്യൽ ഹെൽത്ത് സർവീസ് ഇൻ ഫ്രജൈൽ സെറ്റിങ്സ്. ഏതൊരു കണ്ടീഷൻസിലും ഒരു എസെൻഷ്യൽ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അതും ഇതിൻ്റെ ഒരു ഹെൽത്ത് പോളിസി ഫങ്ഷൻസാണ്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഫങ്ഷൻസ് ത്രൂ വർക്കിലൂടെ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ ഡിറ്റർമിനൻറ്റ് അഡ്രസ്സ് ചെയ്യുക, പിന്നെ ഇൻ്റർസെക്ടറൽ അപ്രോച്ചസ് ഫോർ ഹെൽത്ത് അത് പ്രൊമോട്ട് ചെയ്യാം. ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർസെക്ടറൽ അപ്രോച്ച് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഹെൽത്ത് പോളിസീസ് ആൻഡ് ഹെൽത്തി സെറ്റിങ്സ് അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ത്രൂ ദെയർ വർക്കിലൂടെ അവരുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ത്രൂ ഹെൽത്തിലൂടെ അവർ വർക്കും ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റൽ അക്രോസ് ദ ലൈഫ് കോഴ്സ് അത് അഡ്രസ്സ് ചെയ്യുക. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ പ്രിവെൻഷൻ, മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, മൈക്രോബിയൽ റെസിസ്റ്റൻസ്, എലിമിനേഷൻ ആൻഡ് എറാഡിക്കേഷൻ ഓഫ് ഹൈ ഇമ്പാക്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ എലിമിനേഷനും അതിൽ എറാഡിക്കേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇതൊക്കെ അവരുടെ ത്രൂ വർക്കിലൂടെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫങ്ഷനിലൂടെ അവർ ചെയ്യുന്ന ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡിറ്റർമിനൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നതും പിന്നെ ഒരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്, പിന്നെ ഹെൽത്ത് പോളിസീസ് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെയാണ് അവരുടെ ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്സിൽ നൽകുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് ബോഡി എന്താണെന്ന് നോക്കാം. എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുമ്പോൾ ഒരു 35 ടെക്നിക്കലി ക്വാളിഫൈഡ് മെമ്പേഴ്സാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ മെമ്പേഴ്സൊക്കെ നല്ല വെൽ ക്വാളിഫൈഡ് ആയ ആൾക്കാർ. അപ്പോൾ 35 ടെക്നിക്കലി ക്വാളിഫൈഡ് മെമ്പേഴ്സ് വെൽ ക്വാളിഫൈഡ് ആയ ആൾക്കാരായിരിക്കും. ഇവർ എലക്ട് ചെയ്യുന്നത് ഒരു 3 ഇയർ ടേംസിനാണ്. അപ്പോൾ 3 ഇയർ ടേംസിനാണ് ഇവർ ഇലക്റ്റ് ആവുന്നത്. ഇവർ ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ആനുവൽ ബോർഡ് മീറ്റിങ്ങും ജനുവരിയിലാണ് നടക്കുന്നത്. വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ അജണ്ട അവർ അഗ്രി ചെയ്യുന്ന ടൈമാണത്. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻസ് അതൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു ടൈമാണ് ആ ജനുവരി ടൈം. പിന്നെ സെക്കൻഡ് ഷോർട്ടർ മീറ്റിംഗ്. അപ്പോൾ സെക്കൻഡ് ഷോർട്ടർ മീറ്റിംഗ് നടക്കുന്നത് മെയ് മാസത്തിലാണ്. ഇവിടെയാണ് ഈ ഹെൽത്ത് അസംബ്ലി നടന്നത് ജനുവരിയിലാണ്. അപ്പോൾ ആ ഹെൽത്ത് അസംബ്ലിയുടെ ഫോളോ അപ്പ് നടക്കുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ബോർഡ് എന്ന് പറയുന്നത് ഈ ഡെസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ ഈ ഹെൽത്ത് അസംബ്ലി എടുക്കുന്ന പോളിസീസൊക്കെയാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഈ ഒരു പോളിസീസും ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അതിന് അഡ്വൈസ് ചെയ്യലും
പിന്നെ ഒരു ഫെസിലിറ്റേഷൻസ് നടത്തലും ആണ് ഒരു എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 34 ടെക്നിക്കലി ക്വാളിഫൈഡ് മെമ്പേഴ്സ്, ഇലക്റ്റഡ് മെമ്പേഴ്സാണ് ഫോർ 3 ഇയേഴ്സാണ്. ഇനി ഇതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഈ ഡോക്ടർ ടെൻട്രോസ് അദനോം ഗബ്രിയേസസ് ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ UPSC പോയിൻ്റ് ഓഫ് വ്യൂയിലൊക്കെ പോയിൻറ്റ്സ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കാം.